കേരള സീനിയർ സിറ്റിസൺ ഫോറം പന്ന്യാൽ യൂണിറ്റ് പ്രതിമാസ മീറ്റിംഗ് പന്ന്യാൽ അംഗൻവാടിയിൽ നടന്നു. ഷിഗല്ല രോഗങ്ങളും പ്രതിവിധിയും, മഴക്കാല രോഗങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് കൂട്ടുമുഖം PHC JHI അർഷ മനോഹരൻ ക്ലാസ് എടുത്തു. യൂണിറ്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് MP മോഹനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ജെയിംസ് PC അധ്യക്ഷത വഹിച്ചു. ചിന്നമ്മ തോമസ് താഴേത്തേട്ട് ചടങ്ങിന് നന്ദി പറഞ്ഞു. നിലവിൽ എന്നോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബോധവൽക്കരണമാണ്. മഴക്കാല രോഗങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണമാണ്. നമുക്ക് എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് ഡെങ്കിനെ കുറിച്ചും എലിപ്പനിയെ കുറിച്ചും ഒക്കെ ക്ലാസ് കിട്ടാറുണ്ട് അല്ലേ? പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, മറന്നുപോകും. വീണ്ടും ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഋതുക്കൾ മാറി മാറി വരുന്ന പോലെ തന്നെ അസുഖങ്ങളുടെ രൂപവും സ്വഭാവവും എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ പണ്ട് കേട്ട അസുഖങ്ങൾ മാത്രമാണ് ഒന്ന് അല്ല, അസുഖങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഇന്ന് അസുഖത്തിന്റെ വർധനവും ഭയങ്കര കൂടുതലല്ലേ അല്ലെ? ഇപ്പൊ നമ്മൾ നിലവിൽ കൂട്ടുമുഖ ആശുപത്രിയിലും അല്ലെങ്കിൽ ശ്രീകണ്ഠാപുരം ആശുപത്രികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തിരക്ക് കൂടുതലാണ്. എന്താ, കാലാവസ്ഥ മാറി, മഴ വന്നു, ചെറിയൊരു ചാറ്റൽ മഴ കൊണ്ടാൽ പോലും നിലവിൽ നമുക്ക് പനിയോ ജലദോഷമോ ഒക്കെ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങി. അതെന്തുകൊണ്ടാണ്? നമ്മളിലുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കൊതുകുജന്യ രോഗങ്ങളും ജലജന്യ രോഗങ്ങളുടെ വർധനമാണ് നമ്മൾ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ കാണും. കൊതുകുജന്യ രോഗങ്ങൾ ഉൾപ്പെടുന്ന ഏതാ? ഡെങ്കിപ്പനി. നമ്മുടെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന, ശ്രീകണ്ഠാപുരത്ത് കൂടുതൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് ഡെങ്കിപ്പനി. ഈ ഡെങ്കിപ്പനിക്ക് കാരണക്കാരനാവുന്ന ആരാ? കൊതുകാണ്. രോഗബാധിതനായ ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനിയുടെ കാരണക്കാരൻ. ഡെങ്കിപ്പനി ഉണ്ടാക്കുന്നത് ഒരു വൈറസാണ്.